കൂട്ടുകാരെ ഒരു ആൽഫ മഹീന്ദ്രയുടെ ആൽഫയാണ് ഈ പ്രാവശ്യം നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് പണിയൊക്കെ കഴിച്ച് സെറ്റാക്കി നിർത്തിയിട്ടുള്ള കാര്യമായിട്ടുള്ള യാതൊരു കംപ്ലൈൻറ്റോ ഒരു സംഗതികളും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയുന്ന. കാരണം നിങ്ങൾക്ക് വന്ന് പരിശോധിച്ച് നോക്കി അങ്ങനെ എന്തെങ്കിലും ഒരു കുഴപ്പം പറയുവാണെങ്കിൽ കാണുവാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്നെ വിളിച്ചോ ചീത്ത വിളിച്ചോ അത്ര ഉറപ്പ് പറയാവുന്ന നല്ലൊരു മഹീന്ദ്ര ആൽഫ വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം കൊടുക്കാനുള്ളത്. അപ്പോൾ ഒരു ഗുഡ്സ് വാഹനം നോക്കി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു വാഹനമാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലോടേക്കാണ് തന്നെ വാഹനം ഇരിക്കുന്നത്. അപ്പോൾ ഇനി വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുന്നായിട്ട് ആ ലൈക്ക് ബട്ടനൊക്കെ അടിച്ച് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിക്കേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത്. വീഡിയോയിൽ കാണുന്ന നമ്പർ ഈ വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെയോ വാഹനം വേണ്ടവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലും വാഹനം വിൽക്കാനുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ വിളിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്തോളൂ, പിന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ പറയുവാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വാഹനം ഇരിക്കുന്നത്. 2012 മോഡൽ മഹീന്ദ്ര ആൽഫയാണ്. ഇതിൻ്റെ പെട്ടിയൊക്കെ നോക്കുകയാണെങ്കിൽ പെയിൻ്റൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കി സെറ്റാക്കി നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ. നല്ല വൃത്തിയും വെടുപ്പായിട്ടൊക്കെ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. ഇനി ഇത് പണിതിട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് ആദ്യമേ തന്നെ പറയാം. എൻജിൻ ഫുള്ളായിട്ട് പണിതതാണ് ഈ കസ്റ്റമർ പറയുന്നത് കേട്ടോ. അതുപോലെ പമ്പ് നോസിലും പണിതു. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് 75% പണി തീർത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഹെഡ്ലൈറ്റ് നിസാൻ്റെ ഹെഡ്ലൈറ്റാണ്, പുതിയതാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ബാറ്ററി പുതിയതാണ് വെച്ചത്. അപ്പോൾ കടുംപുത്തൻ ബാറ്ററി, അതുപോലെ തന്നെ സ്റ്റെപ്പിനിയും കടുംപുത്തൻ സ്റ്റെപ്പിനിയാണ് വെച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുള്ളൊരു വണ്ടിയാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാഹനം ഓടിച്ച് നോക്കുമ്പോഴോ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴോ ഒക്കെ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ ഈ പറഞ്ഞത് സത്യമാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതാണ് ഈ ക്യാബിൻ്റെ ഉൾവശം എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത്യാവശ്യം എല്ലാ പണികളും കഴിച്ച് സെറ്റപ്പായിട്ട് ഒരു വർക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ അത് പരിപാടികൾ ചെയ്യാനായിട്ട് പറ്റിയില്ല, വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് വണ്ടി ഒഴിവാക്കുന്നതാണ്. ഫ്രണ്ടിൽ റിസോൾവ് ആണെങ്കിൽ കൂടിയും അത്യാവശ്യം നല്ല കട്ടയുണ്ട്. ബാക്കിലും കട്ടയ്ക്ക് ഒന്നും ഒരു കുറവില്ല കേട്ടോ. അപ്പോൾ ഇത്തരം പണികൾ കഴിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പിന് പുതിയതാണ്. ഇനി വണ്ടിയുടെ ടെസ്റ്റ് വരുന്നത് ഓഗസ്റ്റ് മാസമാണ്, 2025 ഓഗസ്റ്റ് മാസമാണ്. ഇൻഷുറൻസും ഓഗസ്റ്റ് മാസം വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. നല്ലൊരു ഗുഡ്സ് വണ്ടിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ. പണികളൊക്കെ കഴിച്ച് വെച്ച് നമ്മളൊരു വാഹനം വാങ്ങി അതിൻ്റെ പിന്നാലെ നടന്ന് ഒരുപാട് പണിയെടുക്കണേക്കാളും നല്ലത് നല്ല വിശ്വസ്തയോട് കൂടിയിട്ട് വാങ്ങാൻ പറ്റുന്നൊരു വാഹനം എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങളൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന്, ഇനി ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കണം എന്ന് ഞാൻ പറയാറില്ല. ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളെപ്പോഴും ഒരാളെ കൊണ്ടുവന്ന് വാഹനമൊക്കെ ഒന്ന് ഓടിച്ച് പരിശോധിച്ച് നോക്കി അതിൻ്റെ എല്ലാ വാഹനമൊക്കെ നോക്കി മാക്സിമം ചെയ്യാവുന്ന എല്ലാ പരിശോധനയും കഴിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഏത് വാഹനം തന്നെയായാലും നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളത്, ഈ വീഡിയോയിലും പറയുന്നത്. പക്ഷേ ഈ വണ്ടി അത്ര എനിക്ക് ഉറപ്പാണ്, അത്ര പക്കയായിട്ട് പണിത് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം മാന്യമായ വില, അതായത് വെറും 1 ലക്ഷം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത്. ചെറിയ രീതിയിൽ വല്ല നെഗോഷ്യബിൾ സാധ്യമാണ്. അപ്പോൾ ഒരു ഗുഡ്സ് വാഹനം സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ, മേടിച്ചിട്ട് കയ്യിൽ പെടാത്തൊരു വണ്ടി വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാം. പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് പെയിൻറ്റിംഗ് ആണ്. ഇവിടെ ചെറിയ ഇതിപ്പോൾ ലോക്കൊക്കെ തുറക്കണ സ്ഥലമായതുകൊണ്ട് പെയിൻറ്റ് കൊടുത്ത് പോയിട്ടുണ്ട്. വലിയ പക്ക BU പെയിൻറ്റിങ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഒരു നോർമൽ പെയിൻറ്റിങ് അത്യാവശ്യം ടെസ്റ്റ് നടത്താൻ പാകത്തിന് വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു വാഹനമാണ് കേട്ടോ. അപ്പോൾ ഓഗസ്റ്റിലാണ് ടെസ്റ്റ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വെറും 1 ലക്ഷം രൂപയാണ് പറയുന്നത്. 2012 മോഡൽ മഹീന്ദ്ര ആൽഫയാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിലാണ് വണ്ടി ഇരിക്കുന്നത്. താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക. ചെറിയ രീതിയിലൊക്കെ വില പേശിയോ കേട്ടോ. മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായിരുന്നവർ എല്ലാ കൂട്ടുകാരോടും ബൈ.